ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ വെബ്സൈറ്റിൻ്റെ പേരാണ് EI7 ഇമേജ് ടൂൾ എന്ന് ജസ്റ്റ് ക്രോം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു വെബ്സൈറ്റാണ്. ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ലിങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് മേക്കിങ്, റെഡ്യൂസ് ഇമേജ്, നെയിം ആൻഡ് ഡേറ്റ് ആഡ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കൺവേർട്ട് ഇമേജ്, കംപ്രസ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഇതിൽ നമ്മൾ പാസ്പോർട്ട് മേക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പരസ്യം വരിക, അത് ക്ലോസ് ചെയ്യുക, ഇമേജ് സെലക്ട് ചെയ്യുക. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗാലറിയിലേക്ക് വരിക. അപ്പോൾ അതിൽ ഏതാ ഇമേജ് കണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അതിൽ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടിയും വരും. അപ്പോൾ അത് ക്രോപ്പ് ചെയ്തിട്ട് സേവ് നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ ലോഡിങ്ങിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് ലോഡായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ആ ഇമേജ് വന്നതായിട്ട് കാണും. അപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് പാസ്പോർട്ടിന് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വരിക. അപ്പോൾ അത് നമ്മൾ വൈറ്റ് തന്നെ ആക്കിയിട്ട് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് കൊടുക്കുക. ഇത് നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നല്ലൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് നമ്മൾ കാണിച്ചു എന്നുള്ളൂ. അതിന് അടിയിൽ റെഡ്യൂസ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വീണ്ടും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസും കൂടിയാണ്. ഏതാ ഇമേജ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മളത് ഇമേജിൻ്റെ റെഡ്യൂസ് ചെയ്യേണ്ട സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല. ഇനി നമുക്ക് ആഡ് നെയിം ആൻഡ് ഡോബ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അത് നമുക്ക് അധികം യൂസ് ചെയ്യണത് PSC അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ക്രോപ്പ് ചെയ്ത് ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് അടിക്കണം. നമ്മളത് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രം. അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് സേവ് നെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ അടിയിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വേണ്ട രീതിയിൽ അടിച്ചിട്ട് ആ ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്ത്ത്, ഹൈറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും KBs റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരും. അത് വേണ്ട രീതിയിൽ കൊടുത്തിട്ട് നമ്മൾ സേവ് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഡൗൺലോഡായിട്ട് വരും. ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച്